എല്ലാവർക്കും സ്വർണ്ണം എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ഇതുകൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സ്വർണ്ണം എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നല്ലൊരു ഇതായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഇതെന്ന് വെച്ചാൽ സ്വർണ്ണം പലർക്കും ഒരു ആഭരണം എന്നുള്ള രീതിയിൽ ഇട്ട് നടക്കുക, നല്ല ഭംഗിയിൽ കാണിക്കുക, അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ് നല്ല രീതിയിലൊക്കെ കാണുക എന്നുള്ളത്. അപ്പോൾ കുറേ പേരത് ഗോൾഡ് ഫിസിക്കൽ ഗോൾഡായിട്ട് തന്നെ ഓർണമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ചിലർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വല്ലറികളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗോൾഡിൽ എല്ലാ മാസവും ഒരു തുക വെച്ച് അടയ്ക്കും. ഒരു ടൈം ആകുമ്പോൾ അത് നമ്മൾ ഫിസിക്കൽ ഗോൾഡായിട്ട് തന്നെ അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിനൊരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് കൂടാതെ GST പിന്നെ ഒരു പണിക്കൂലി ഇങ്ങനെയുള്ള ചാർജസും കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് എന്തെങ്കിലും ആവശ്യം ഇപ്പോൾ നമ്മളുടെ തന്നെ ഒരു ക്ലയൻറ്റ് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പലപ്പോഴായിട്ട് ഇവർ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്, പല പല ഓർണമെൻറ്റ്സുകൾ കാര്യങ്ങളുണ്ട്. പക്ഷേ ഫാമിലിയിൽ മെയിൻ റിലേഷൻസ് ആരെങ്കിലുടെയൊക്കെ ഒരു കല്യാണമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അന്ന് നോക്കുമ്പോൾ ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഡിസൈനായിട്ട് തോന്നിയിട്ട് അവരത് മാറ്റി വാങ്ങാൻ പോകും. അപ്പോൾ ഒരു എമൗണ്ട് അവരത് ഇന്ന് കട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളറിയാതെ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ ഇത് ചെയ്യണമെന്നില്ല. പകരം ഇതിനേക്കാൾ നല്ല കോസ്റ്റ് സേവിങ് മെത്തേഡ്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഗോൾഡ് ETFകളുണ്ട്, ഗോൾഡ് ഫണ്ടുകളുണ്ട്, ആ രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻസ്, ഗോൾഡ് ബാർസ് അങ്ങനെയായിട്ട് മേടിക്കുമ്പോഴും അധികം കോസ്റ്റ് വരുന്നില്ല. പക്ഷേ അതിനൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ അത് സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ കാലത്ത് ഗോൾഡിന് ഇങ്ങനെയൊക്കെ പ്രൈസ് ഇത്രയ്ക്ക് അങ്ങോട്ട് അപ്രിസിയേഷൻ വന്നുകൊണ്ട് ഇത് വലിയൊരു റിസ്ക് തന്നെയാണ് സൂക്ഷിക്കുക എന്നുള്ളത്. ആ സമയം നമ്മളിത് ഗോൾഡ് ETFO അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ഫണ്ട് അങ്ങനെയുള്ള രീതിയിൽ വയ്ക്കുമ്പോൾ ഇത് വേറൊരാൾക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ സാധിക്കില്ല. പ്ലസ് ഈ GST അല്ലെങ്കിൽ പണിക്കൂലി അങ്ങനെയുള്ള ചാർജസ് ഇല്ല. നമ്മൾ വിൽക്കുന്ന ടൈമിൽ അന്നത്തെ മാർക്കറ്റ് പ്രൈസ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഗോൾഡ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ, നമുക്കൊരു ഫിസിക്കൽ ഗോൾഡ് ഇട്ട് നടക്കണം അങ്ങനെ ഒരു ഇതാണെങ്കിൽ അതിന് വേണ്ടത് മാത്രം ആ രീതിയിൽ ചെയ്യുക. അല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും ആ ഒരു മെത്തേഡ് നോക്കണ്ട. അതിനേക്കാൾ നല്ലത് ഗോൾഡ് ETFO, ഗോൾഡ് ഫണ്ടുകളോ കാര്യങ്ങളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഗോൾഡ് എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്.